അന്ന് 12:30 ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി. ഇങ്ങനെ വായി നോക്കി നടക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു സ്ഥലം വരെ പോകാൻ അനീഷേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ നേരത്തെ വായ്നോട്ടത്തിനൊടുവിൽ അനീഷേട്ടനും കുഞ്ഞിക്കിളിയും ചോട്ടുമോനും കൂടി എത്തി. എങ്ങോട്ട് പോകണമെന്നുള്ള ആശയക്കുഴപ്പത്തിലാണ് ഞങ്ങൾ. എന്തിനാണെന്ന് വെച്ചാൽ ഓണമല്ലേ, ഓണക്കോടിയൊക്കെ വേണ്ടേ. അപ്പോൾ ഇന്ന് ഓണക്കോടി എടുക്കാൻ പോവുകയാണ്. ആദ്യം ഞങ്ങൾ പോയത് അനീഷേട്ടൻ്റെ ബോണസ് വാങ്ങാൻ തരംഗ ട്രേഡേഴ്സിലേക്കാണ്. അങ്ങനെ അവിടെ നിന്ന് നേരെ അടൂരിലേക്ക്. ഓണമായതുകൊണ്ട് റോഡിലൊക്കെ ഭയങ്കര തിരക്കാണ്. വിശന്നിട്ട് വയറ് കത്തിപ്പോകുമായിരുന്നു. അപ്പോഴാണ് അനീഷേട്ടൻ പറഞ്ഞത് ഇനി കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യമെന്ന്. അങ്ങനെ ഞങ്ങൾ യമൻ മന്തിയിലാണ് കയറിയത്. ചിക്കൻ മന്തിയാണ് വാങ്ങിയത്. 2 പീസ് എക്സ്ട്രാ വാങ്ങുകയും ചെയ്തു. അങ്ങനെ പെട്ടെന്ന് തന്നെ പാത്രമൊക്കെ കാലിയാക്കി ഓരോ ലൈം കൂടി കുടിച്ചിട്ട് അവിടെ നിന്നിറങ്ങി നേരെ അടൂരിലേക്ക് പോകുന്ന വഴിക്ക് SM-ലേക്ക് നോക്കിയപ്പോൾ എൻ്റെ പൊന്നോ, ഒരു ഉറുമ്പിന് പോലും അതിൽ കയറാൻ പറ്റുമെന്ന് തോന്നില്ല. അതുപോലെ തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോയിലാണ് കയറിയത്. ആദ്യം ചോട്ടുമോനുള്ളത് വാങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ അവൻ്റെ സൈസിലുള്ള പാൻസും ടീഷർട്ടും ഒന്നും അവിടെ കിട്ടിയില്ല. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, നേരെ മാക്സിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴേ ഒരു ബാഗ് തന്നു. എടുക്കുന്ന തുണികളെല്ലാം അതിലിട്ടാൽ മതി എന്ന് പറഞ്ഞു. ആ ബാഗിന് വേണ്ടി നമ്മുടെ ചോട്ടുമോനും കുഞ്ഞിക്കിളിയും കൂടെ അടിയായി. അവസാനം നമ്മുടെ കുഞ്ഞിക്കിളിക്ക് തന്നെ കിട്ടി. സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെയുള്ള ഡ്രസ്സ് എല്ലാം ഇഷ്ടമായി. കുറച്ച് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ചോട്ടുമോൻ ഒരു പാൻസ് സെലക്ട് ചെയ്തു. കുറേ ടീഷർട്ട് നോക്കി. അങ്ങനെ ഒരെണ്ണം സെലക്ട് ചെയ്തു. പിന്നെ ഓഫറിലുണ്ടായിരുന്ന 3 ടീഷർട്ടും കൂടി എടുത്ത്. പിന്നെ നമ്മുടെ കുഞ്ഞിക്കിളിക്ക് ഒരു ഫ്രോക്കും ഒരു ജീൻസും ടീഷർട്ടും കൂടെ വാങ്ങി. പിന്നെ എനിക്കൊരു ടോപ്പ് കൂടി വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ടോപ്പ് നോക്കിയതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തു. അപ്പോൾ ഇതാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത ഡ്രസ്സൊക്കെ. ഗ്രീൻ കളറിലെയാണ് എൻ്റെ ടോപ്പ്. അങ്ങനെ നമ്മൾ ക്യാഷൊക്കെ പേ ചെയ്തിട്ട് ഇറങ്ങി. നേരെ കോഫി കുടിക്കാനായിട്ട് പോയി. ഓരോ കോഫിയും ഞാനും കുഞ്ഞിക്കിളിയും ചോട്ടുമോനും ഓരോ ഉഴുന്ന് വടയും അനീഷേട്ടനൊരു കുഴക്കട്ടയുമാണ് വാങ്ങിയത്. അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് വരികയാണ്. ഞാൻ മാത്രം വീട്ടിലേക്കല്ല, എനിക്ക് ഡ്യൂട്ടിക്ക് കയറാൻ സമയമായതുകൊണ്ട് എന്നെ ഹോസ്പിറ്റലിൽ വിട്ട് ടാറ്റ പറഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്ന് ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.